ഹായ് ഫ്രണ്ട്സ്, ദർ ഇസ് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. കുറച്ച് പെയിൻ എടുക്കാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ല. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെറിയ സ്റ്റോറി, അത് ചിലപ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്ന് ഷെയർ ചെയ്യാം. അതായത് ഒരു വില്ലേജിൽ കുറച്ച് ആൾക്കാർ അവർക്ക് അവിടെ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ക്ഷേത്രം പണി പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു വിഗ്രഹം വേണം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ശില്പിയെ സമീപിച്ചു. ഈ ശില്പി പറഞ്ഞു അദ്ദേഹം വരാൻ തയ്യാറാണ്, ശില്പം പണിയാൻ തയ്യാറാണ്. 3 കല്ലുകൾ സംഘടിപ്പിച്ച് വയ്ക്കാൻ പോകും. 3 കല്ലുകൾ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ 3 കല്ലുകൾ സംഘടിപ്പിച്ചു വെച്ചു. ശില്പി അവിടെ വന്നു. ശില്പിയുടേതായ രീതിയിൽ ഈ കല്ലിൻ്റെ രൂപം മാറ്റുന്നതിന് മുമ്പ് ഓരോന്നിനോടും അനുവാദം ചോദിക്കുന്ന ഒരു ചടങ്ങ്. അപ്പോൾ ആദ്യത്തെ കല്ലിനോട് ഈ ശില്പി ചോദിച്ചു, ഞാൻ താങ്കളെ ഒരു ശില്പമാക്കി മാറ്റട്ടെ ചോദിച്ചു. അപ്പോൾ കല്ല് തിരിച്ചു ചോദിച്ചു, അതെങ്ങനെയാണ് ശില്പമാക്കി മാറ്റുന്നത്? അപ്പോൾ ശില്പി പറഞ്ഞു, അതെൻ്റെ കൈവശമുള്ള ഉളി ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ രൂപം മാറ്റി നല്ല കൊത്തുപണികളൊക്കെ ചെയ്ത് നല്ലൊരു ശില്പമാക്കി മാറ്റും. അപ്പോൾ ആ കല്ല് പറഞ്ഞു, ഉളി ഉപയോഗിച്ച് എന്നെ കൊത്തുപണി ചെയ്താൽ എനിക്ക് വേദനിക്കും, എനിക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ ആ പെയിൻ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറില്ല, എനിക്കിപ്പോൾ ഇരിക്കുന്നത് പോലെ ഇരുന്നാൽ മതി. അങ്ങനെ അനുവാദം കിട്ടാത്തത് കൊണ്ട് ശില്പി 2ാമത്തെ കല്ലിനടുത്തേക്ക് ചെന്നു. ആ കല്ലിനോടും അദ്ദേഹം ചോദിച്ചു, ഞാൻ താങ്കളെ ഒരു ശില്പമാക്കി മാറ്റട്ടെ. അപ്പോൾ ആ കല്ലും പറഞ്ഞു, എനിക്ക് വേദനയൊന്നും സഹിക്കാൻ പറ്റില്ല, അല്ലാതെ എനിക്ക് ശില്പമാകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ശില്പി പറഞ്ഞു, അത് കഴിയില്ല, എനിക്ക് ദിവസങ്ങളോളം ജോലി ചെയ്താലേ, ദിവസങ്ങളോളം കൊത്തുപണികൾ ചെയ്താലേ നിങ്ങളെ ശില്പമാക്കാൻ പറ്റും. അപ്പോൾ അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ 2ാമത്തെ കല്ലും പറഞ്ഞു, ഞാൻ തയ്യാറല്ല. ശില്പി 3ാമത്തെ കല്ലിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ കല്ലിനോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ ശില്പമാക്കി മാറ്റട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ 3ാമത്തെ കല്ല് പറഞ്ഞു, എനിക്ക് സമ്മതമാണ്. അങ്ങനെ ആ ശില്പി ആ കല്ലിനെ ദിവസങ്ങളോളം മാസങ്ങളോളം ജോലി ചെയ്ത് നല്ല മനോഹരമായ ഒരു ശില്പമാക്കി മാറ്റി. അതിനുശേഷം ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിന് സമയമായി. ആ സമയമായപ്പോൾ ഈ 3 കല്ലുകളിൽ ശില്പി അനുവാദം ചോദിച്ച ആദ്യത്തെ കല്ല് അനുവാദം നൽകാതിരുന്ന ആ കല്ലിനെ പുറത്ത് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് കാല് ചവിട്ടി കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു കല്ലാക്കി മാറ്റി. 2ാമത്തെ കല്ലിനെ ക്ഷേത്രത്തിനുള്ളിൽ നാളികേരം ഉടയ്ക്കാനായി ഒരു സൈഡിൽ അതിനെ സജ്ജീകരിച്ച് വെച്ചു. 3ാമത്തെ കല്ല്, അതായത് ശില്പമാവാൻ തയ്യാറായ കല്ല്, ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചു. അപ്പോൾ ഭക്തജനങ്ങൾ വന്നു, ആദ്യത്തെ കല്ലിൽ ചവിട്ടി കാല് കഴുകി, 2ാമത്തെ കല്ലിലേക്ക് നാളികേരം എറിഞ്ഞുടച്ചു. 3ാമത്തെ കല്ലിൽ, അതായത് ശില്പമായി മാറിയ കല്ലിന് മുന്നിൽ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൽ എല്ലാ ദിവസവും നെയ്യഭിഷേകവും പാലഭിഷേകവും. അപ്പോൾ അതൊരു ദൈവ തുല്യമായ ഒരു രൂപമായി ആ ശില്പം മാറി. അതാണ് ആ പെയിൻ എടുക്കാൻ തയ്യാറായ കല്ലിന് എന്ത് സംഭവിച്ചു? അതൊരു ദൈവ തുല്യമായ ഒരു രൂപമായി മാറി. അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പെയിൻ എടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും എവിടെയെങ്കിലും എത്താൻ കഴിയൂ. അവസാനമായി എൻ്റെ ഉള്ളിൽ ഓർമ്മ വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറയാം. അതായത് അമേരിക്കയിലെ ജേർണലിസ്റ്റും ഓതറുമായിട്ടുള്ള നോർമൻ കെസിൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹം പറയുണ്ടായി, ദ റിയൽ ട്രാജഡി ഓഫ് യുവർ ലൈഫ് ഈസ് നോട്ട് യുവർ ഡെത്ത്, ബട്ട് വാട്ട് യു ലെറ്റ് ടു ഡൈ ഇൻസൈഡ് ഓഫ് യു വൈൽ യു ലിവ്. അതായത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ട്രാജഡി നമ്മുടെ മരണമല്ല, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മരണപ്പെടുന്ന നമ്മുടെ കുറേ ആഗ്രഹങ്ങളാണ്. സോ ഫ്രണ്ട്സ്, ബി റെഡി ടു ഫേസ് ദ പെയിൻ. See you in the next video. Thank you.